വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അനാദി മുതൽ ദൈവത്തോട് കൂടെയായിരുന്നവൻ, സർവവും സൃഷ്ടിച്ചവൻ, എളിയവരിൽ എളിയവനായി ഈ ഭൂമിയിൽ അവതരിച്ച പുണ്യദിനമാണ് ക്രിസ്തുമസ്. പ്രവാചകന്മാരായ ഏശയ്യായും ജെറമിയായും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ദിവ്യരക്ഷകന്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അവനെ ദർശിക്കുവാൻ ദൈവം അവസരം നൽകി. ഇസ്രായേലിൽ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്ന ശിമയോനും ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവസന്നിധിയിൽ ചിലവഴിച്ച അന്നായിക്കും ദിവ്യരക്ഷകന്റെ വരവ് ആകാംക്ഷയോടെ കാത്തിരുന്ന ജ്ഞാനികൾക്കും അവനെ ദർശിക്കുവാൻ സ്വർഗം ഭാഗ്യം നൽകി. ആഗോള കത്തോലിക്ക സഭ പ്രത്യാശയുടെ വർഷത്തിലൂടെ നീങ്ങുമ്പോൾ ഈ ക്രിസ്തുമസും നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് അവന്റെ വരവിനായി പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനാണ്. തിരുവചനം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ അവന്റെ വരവിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. സച്ചിന്തകളിലൂടെ നന്മ പ്രവർത്തികളിലൂടെ അവനെ നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കാം. അങ്ങനെ യേശുവിനെ വഹിച്ചുകൊണ്ട് പ്രത്യാശ നശിച്ച ഈ ലോകത്തിൽ പ്രത്യാശയുടെ തിരുനാളങ്ങളായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തുതി.